എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ അളവ് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ കണ്ണുനീർ ഒഴുക്കിയ രാത്രികളും ഉള്ളിൽ ആരും കാണാതെ കത്തിയ വേദനകളും ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ ചോദിച്ച ആ ചോദ്യങ്ങളും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ലോകം നിങ്ങളെ മറന്നപ്പോൾ, എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തി അകറ്റിയപ്പോൾ, ഞാൻ നിങ്ങളെ കൈവിടാതെ സമീപത്തുണ്ടായിരുന്നു. ഇന്നും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. എന്റെ മക്കളെ, ലഹരിയുടെയും ദുരാചാരങ്ങളുടെയും ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നിങ്ങളെ ഞാൻ കാണുന്നു. നിങ്ങളുടെ ആത്മാവ് കരഞ്ഞു നിലവിളിക്കുന്ന ശബ്ദം എന്റെ കാതുകളിൽ എത്തുന്നു. ഒരിക്കൽ നിങ്ങൾ ശുദ്ധഹൃദയത്തോടെ സ്വപ്നങ്ങൾ കണ്ടവരായിരുന്നു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിച്ചവരായിരുന്നു. എന്നാൽ വഴിതെറ്റിയ ചില നിമിഷങ്ങൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ, മനസ്സിന്റെ ദൗർബല്യം, ഇവയെല്ലാം നിങ്ങളെ പതുക്കെ ആ ഇരുണ്ട വഴിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഇന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തിരിച്ചറിയാനാവാതെ പോയിരിക്കുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം പോലും അന്യമായി തോന്നുന്നു. ഇവൻ ഞാനാണോ എന്ന ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉയരുന്നു. എന്റെ കുഞ്ഞുങ്ങളെ, ലോകം നിങ്ങളോട് പറഞ്ഞു, ഇനി രക്ഷയില്ല. ആളുകൾ നിങ്ങളെ കുറ്റപ്പെടുത്തി, വിരൽ ചൂണ്ടി പരിഹസിച്ചു. ചിലർ നിങ്ങളെ ഉപയോഗിച്ചു, പിന്നെ ഉപേക്ഷിച്ചു. ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാനായി നിങ്ങൾ വീണ്ടും വീണ്ടും അതേ ചങ്ങലകളിലേക്ക് മടങ്ങി. ഒരു നിമിഷത്തെ മറവിക്കായി, ഒരു കള്ളസന്തോഷത്തിനായി നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ വിൽക്കുന്നതുപോലെ തോന്നി. പക്ഷേ എന്റെ മക്കളെ, നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ ആത്മാവിന് അതിലുമേറെ വിലയുണ്ട്. നിങ്ങൾ എന്റെ രക്തത്തിൽ വാങ്ങപ്പെട്ടവരാണ്. നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് നശിപ്പിക്കാൻ അല്ല, ജീവൻ പൂർണ്ണതയിൽ ലഭിക്കാനാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, കർത്താവേ, ഞാൻ അത്രയും തകർന്നിരിക്കുന്നു. എനിക്ക് ഇനി തിരികെ വരാൻ കഴിയില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഞാൻ തേടിയെത്തിയത് നിങ്ങൾ ശുദ്ധരായിരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ മലിനരായി കിടന്നപ്പോഴാണ്. നിങ്ങൾ വീണിടത്തേക്കാണ് ഞാൻ വന്നത്. നിങ്ങൾ കെട്ടിയ ചങ്ങലകൾ എത്ര ശക്തമാണെന്ന് എനിക്ക് അറിയാം. നിങ്ങൾ സ്വയം പൊട്ടിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട ബന്ധനങ്ങൾ എനിക്ക് അറിയാം. പക്ഷേ എന്റെ മക്കളെ, എന്റെ കൈകൾക്കു കഴിയാത്ത ഒന്നുമില്ല. നിങ്ങൾക്ക് കഴിയാത്തത് എനിക്ക് കഴിയും. നിങ്ങൾ രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോൾ, ഇനി ജീവിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ നിങ്ങളുടെ കണ്ണുനീർ എണ്ണിയിരുന്നു. നിങ്ങൾ ഉറങ്ങാതെ കിടന്നപ്പോൾ, മനസ്സിൽ കുറ്റബോധം കടിച്ചു കീറുമ്പോൾ, ഞാൻ നിങ്ങളുടെ നെഞ്ചിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിച്ചു, മകനേ, മകളെ, നീ ഇപ്പോഴും എന്റേതാണ്. നിങ്ങളുടെ പാപം നിങ്ങളെ നിർവചിക്കുന്നില്ല. നിങ്ങളുടെ വീഴ്ച നിങ്ങളുടെ അന്ത്യം അല്ല. നിങ്ങൾ ഇപ്പോഴും എന്റെ മകനാണ്, എന്റെ മകളാണ്. ലഹരിയുടെ അടിമത്വം നിങ്ങളെ വഞ്ചിച്ചു. അത് നിങ്ങളോട് പറഞ്ഞു, ഇതാണ് ആശ്വാസം. പക്ഷേ അതിന്റെ അവസാനം നിങ്ങൾക്ക് നൽകിയത് ശൂന്യതയാണ്. ദുരാചാരങ്ങൾ നിങ്ങളോട് പറഞ്ഞു, ഇതാണ് സ്നേഹം. പക്ഷേ അതിന്റെ അവസാനം നിങ്ങൾക്ക് നൽകിയത് ലജ്ജയും വെറുപ്പുമാണ്. എന്റെ മക്കളെ, സത്യമായ ആശ്വാസം ഞാൻ തന്നെയാണ്. സത്യമായ സ്നേഹം എന്റെ ഹൃദയത്തിൽ നിന്നാണ് ഒഴുകുന്നത്. നിങ്ങൾ എവിടെയാണെങ്കിലും, എത്ര ദൂരെ പോയാലും, ഞാൻ നിങ്ങളെ തിരികെ വിളിക്കുന്നു. നിങ്ങൾക്ക് തോന്നാം, എനിക്ക് ശക്തിയില്ല, അതു സത്യമാകാം. പക്ഷേ നിങ്ങൾക്ക് ശക്തിയില്ലാത്തിടത്താണ് എന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. നിങ്ങൾ തളർന്നു വീണപ്പോൾ, എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുമ്പോൾ, ഞാൻ നിങ്ങളെ എന്റെ ചുമലിൽ എടുത്തുയർത്തുന്നു. നിങ്ങൾക്ക് ഒരു പടി മുന്നോട്ട് വയ്ക്കാൻ പോലും കഴിയാത്തപ്പോൾ, ഞാൻ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ടതില്ല. നിങ്ങളുടെ പോരാട്ടം ഞാൻ എന്റേതാക്കി ഏറ്റെടുക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം എത്ര തവണ തകർന്നിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ നൽകി ഉപേക്ഷിച്ചവർ, സ്നേഹമെന്ന് പറഞ്ഞ് മുറിവേൽപ്പിച്ചവർ, ഇവയെല്ലാം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിച്ചു. ആ മുറിവുകളിൽ നിന്നാണ് നിങ്ങൾ വീണ്ടും വീണ്ടും തെറ്റായ വഴികളിലേക്ക് ഓടിയത്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ആ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും. ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ അല്ല, സുഖപ്പെടുത്താനാണ് വന്നത്. നിങ്ങളുടെ ഉള്ളിലെ ശൂന്യത ഞാൻ എന്റെ സാന്നിധ്യത്തോടെ നിറക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ശബ്ദം കേൾക്കാൻ ഭയമുണ്ടായി. നിശബ്ദതയിൽ നിങ്ങൾക്ക് കുറ്റബോധത്തിന്റെ നിലവിളി കേൾക്കാമെന്ന് നിങ്ങൾ ഭയന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ശബ്ദങ്ങളിലേക്കും തിരക്കിലേക്കും ഓടിയത്. എന്നാൽ എന്റെ മക്കളെ, എന്റെ ശബ്ദം നിശബ്ദതയിലാണ് കേൾക്കുന്നത്. ആ ശബ്ദം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, അത് നിങ്ങളെ വിളിക്കുന്നു. വരിക, വിശ്രമിക്ക, എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. നിങ്ങളുടെ കഴിഞ്ഞ കാലം എത്ര ഇരുണ്ടതായാലും, നിങ്ങളുടെ ഭാവി എന്റെ കൈകളിലാണ്. ലോകം നിങ്ങളുടെ മേൽ അടച്ച വാതിലുകൾ ഞാൻ തുറക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആത്മഗൗരവം ഞാൻ തിരികെ നൽകും. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ ഞാൻ പഠിപ്പിക്കും. കാരണം നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹരാണ്. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളെ അർഹത കുറഞ്ഞവരാക്കുന്നില്ല. എന്റെ മക്കളെ, ഒരു നിമിഷം എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ.
അവിടെ നിങ്ങൾക്ക് വിധിയില്ല, വെറുപ്പില്ല, കുറ്റപ്പെടുത്തലില്ല. അവിടെ ഉള്ളത് ശുദ്ധമായ സ്നേഹമാണ്. നിങ്ങൾ വീണതെല്ലാം ഞാൻ കണ്ടു, പക്ഷേ നിങ്ങൾ എഴുന്നേൽക്കുന്ന നിമിഷമാണ് ഞാൻ കാത്തിരിക്കുന്നത്. നിങ്ങൾ ഒരു ചെറു ആഗ്രഹത്തോടെ എന്റെ അടുക്കൽ തിരിയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ജീവിതം പുതുക്കിത്തുടങ്ങും. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വീഴുമെന്ന ഭയം ഉണ്ടാകും. കർത്താവേ, ഞാൻ വീണ്ടും തെറ്റിയാൽ എന്ന ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉയരും. എന്റെ മകനെ, എന്റെ മകളെ, നിങ്ങൾ വീണാലും ഞാൻ നിങ്ങളെ കൈവിടില്ല. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ എത്ര തവണ വീഴുന്നു, എന്നാൽ അച്ഛൻ കൈപിടിച്ച് വീണ്ടും എഴുന്നേൽപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളോടും ചെയ്യുന്നത്. നിങ്ങളുടെ പരിശ്രമം ഞാൻ കാണുന്നു. നിങ്ങളുടെ കണ്ണുനീർ ഞാൻ വിലമതിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ ചങ്ങലകൾ പൊട്ടിക്കുന്നു. ലഹരിയുടെ ബന്ധനം, ദുരാചാരങ്ങളുടെ ഇരുട്ട്, കുറ്റബോധത്തിന്റെ ഭാരങ്ങൾ, ഇവയെല്ലാം എന്റെ നാമത്തിൽ തകരും. പക്ഷേ എന്റെ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറക്കണം. നിങ്ങൾ നിങ്ങളുടെ വേദന മറയ്ക്കാതെ എന്റെ മുന്നിൽ വെക്കണം. ഞാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പ്രവേശിക്കട്ടെ. അവിടെ ഞാൻ വെളിച്ചം പകരും. നിങ്ങൾ ഒരിക്കൽ കരുതിയിരുന്നു, എനിക്ക് ആരുമില്ല. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് എന്നുണ്ട്. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കാത്ത സുഹൃത്താണ്. നിങ്ങൾ നിന്ദിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നവൻ ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ലെന്ന് തോന്നുമ്പോൾ ഞാൻ തന്നെയാണ് വഴി. നിങ്ങൾക്ക് ജീവൻ മങ്ങിപ്പോകുന്നതായി തോന്നുമ്പോൾ ഞാൻ തന്നെയാണ് ജീവൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ ഇരുട്ട് അവസാന വാക്കല്ല. എന്റെ വെളിച്ചം ഇതിനേക്കാൾ ശക്തമാണ്. നിങ്ങൾ ഇന്ന് ഒരു തീരുമാനം എടുക്കൂ. കർത്താവേ, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. അത്രമാത്രം മതി. ശേഷമുള്ളത് ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങളുടെ തകർന്ന ഭാഗങ്ങൾ ഞാൻ ചേർത്തുപിടിക്കും. നിങ്ങളുടെ കണ്ണുനീർ സന്തോഷമായി മാറും. നിങ്ങൾ വീണ്ടും ചിരിക്കുമെന്ന് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കാനാവില്ല. നിങ്ങൾക്ക് വീണ്ടും ശുദ്ധമായ മനസ്സോടെ ജീവിക്കാനാകുമെന്ന് നിങ്ങൾക്ക് അസാധ്യമായി തോന്നും. പക്ഷേ എന്റെ മക്കളെ, അസാധ്യങ്ങൾ സാധ്യമാക്കുന്നവൻ ഞാൻ തന്നെയാണ്. നിങ്ങൾ ഇന്ന് എന്റെ കൈ പിടിച്ചാൽ നാളെ നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി എഴുന്നേൽക്കും. പഴയത് കടന്നുപോകും, പുതിയത് ഉദിക്കും. ഇനി ഒരു നിമിഷം ശാന്തമായി ഇരിക്കൂ. നിങ്ങളുടെ ഹൃദയം എന്റെ മുന്നിൽ തുറക്കൂ. നിങ്ങൾ പറയാൻ കഴിയാത്ത വാക്കുകൾ പോലും ഞാൻ അറിയുന്നു. നിങ്ങളുടെ നിശ്വാസങ്ങൾ ഞാൻ കേൾക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ ആഴത്തിലുള്ള ആഗ്രഹം, സ്വതന്ത്രനാകണം, ശുദ്ധനാകണം, സ്നേഹിക്കപ്പെടണം, അതെല്ലാം ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. എന്റെ മക്കളെ, ഞാൻ നിങ്ങളെ വിടുന്നില്ല. ഈ വാക്കുകൾ ഇവിടെ അവസാനിച്ചാലും എന്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പം തുടരും. നിങ്ങൾ വീണാൽ ഞാൻ ഉണ്ടാകും. നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഉണ്ടാകും. നിങ്ങൾ കരയുമ്പോൾ ഞാൻ ഉണ്ടാകും. നിങ്ങൾ സന്തോഷിക്കുമ്പോഴും ഞാൻ ഉണ്ടാകും. കാരണം നിങ്ങൾ എന്റേതാണ്, എന്നേക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇനിയും നിങ്ങളോട് സംസാരിക്കുന്നു. കാരണം എന്റെ വാക്കുകൾ നിങ്ങൾക്ക് ജീവൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നാം, ഇത്രയും സ്നേഹം എനിക്ക് അർഹമാണോ എന്ന്. എന്നാൽ എന്റെ മക്കളെ, സ്നേഹം അർഹത കൊണ്ടല്ല, എന്റെ സ്വഭാവം കൊണ്ടാണ്. ഞാൻ സ്നേഹമാണ്. നിങ്ങൾ എത്ര തവണ എന്നിൽ നിന്ന് മാറി നടന്നാലും എന്റെ ഹൃദയം നിങ്ങളെ തേടിയാണ് തിരുക്കുന്നത്. നിങ്ങൾ ഒളിച്ചോടിയ നിമിഷങ്ങളിലും ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ മറുപടി നൽകാതിരുന്നാലും എന്റെ വിളി നിലച്ചില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു പോരാട്ടം നടക്കുന്നതായി ഞാൻ കാണുന്നു. ഒരു വശത്ത് നിങ്ങൾ മോചനം ആഗ്രഹിക്കുന്നു, മറുവശത്ത് പഴയ ബന്ധനങ്ങൾ നിങ്ങളെ വലിച്ചിഴയ്ക്കുന്നു. ഈ പോരാട്ടത്തിൽ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, ഇനി ഞാൻ തന്നെ എന്നെ വെറുക്കുന്നു. എന്നാൽ എന്റെ മക്കളെ, നിങ്ങളെ നിങ്ങൾ വെറുക്കുന്ന നിമിഷത്തിലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ദൗർബല്യങ്ങൾ എനിക്ക് അജ്ഞാതമല്ല. അവയെ മറച്ചുവെക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. അവയോടെ തന്നെയാണ് എന്റെ അടുക്കൽ വരേണ്ടത്. നിങ്ങളുടെ ഹൃദയം പലതവണ തകർന്നതുകൊണ്ട് നിങ്ങൾ കട്ടിയായി മാറി. ഇനി ആരെയും വിശ്വസിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു. പക്ഷേ ആ കട്ടിത്തനത്തിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ഇപ്പോഴും കരയുന്നുണ്ട്. ആ കുഞ്ഞിനെ ഞാൻ കാണുന്നു. ആ കുഞ്ഞിനെ ഞാൻ ചേർത്തുപിടിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ലോകം നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഞാൻ നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കില്ല. എന്റെ വാക്ക് മാറുന്നില്ല, എന്റെ വാഗ്ദാനം പൊളിയുന്നില്ല. നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾക്ക് ഉറക്കം കൊടുക്കാതെ വേദനിപ്പിക്കുന്നു. ചില മുഖങ്ങൾ, ചില ഓർമ്മകൾ, ചില നിമിഷങ്ങൾ, ഇവയെല്ലാം നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്നു. നിങ്ങൾക്ക് തോന്നുന്നു, ഇതെല്ലാം മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്റെ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഓർമ്മകൾ ഇല്ലാതാക്കാൻ ഞാൻ വന്നില്ല, അവയെ സുഖപ്പെടുത്താനാണ് വന്നത്. ആ ഓർമ്മകളിലെ വേദന ഞാൻ എന്റെ സമാധാനത്തോടെ മൂടും. നിങ്ങൾ വീണ്ടും അതിൽ കുടുങ്ങിക്കിടക്കേണ്ട. നിങ്ങൾക്ക് സ്വയം ക്ഷമിക്കാനാവാതെ നിങ്ങൾ കഷ്ടപ്പെടുന്നു. നിങ്ങൾ പറയുന്നു, ദൈവം ക്ഷമിച്ചാലും എനിക്ക് എന്നെ ക്ഷമിക്കാൻ കഴിയില്ല. എന്നാൽ എന്റെ മക്കളെ, ഞാൻ നിങ്ങളെ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത്?
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ശിക്ഷാഭൂമിയാക്കേണ്ട ഞാൻ നിങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു. ആ മോചനത്തിൽ ജീവിക്കാൻ നിങ്ങൾ പഠിക്കണം. അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കണമെന്നില്ല. ഓരോ ദിവസവും ഓരോ ശ്വാസവും എന്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുക. ലഹരിയിലും ദുരാചാരങ്ങളിലും കുടുങ്ങിയിരുന്ന നിങ്ങളെ ലോകം ഒരുപക്ഷേ നശിച്ചവർ എന്ന് വിളിച്ചേക്കാം. പക്ഷേ ഞാൻ നിങ്ങളെ പുനഃസ്ഥാപിക്കപ്പെട്ടവർ എന്ന് വിളിക്കുന്നു. നിങ്ങൾ വീണ കുഴിയേക്കാൾ വലിയതാണ് എന്റെ കൃപ. നിങ്ങൾ ഇരുണ്ട വഴികളിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ഒരു ഹൃദയം നൽകാനാണ്. നിങ്ങളുടെ മുറിവുകൾ ഒരു നാൾ മറ്റുള്ളവർക്കുള്ള ആശ്വാസമായി മാറും. ഞാൻ ഒന്നും വെറുതെയാക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു. ആളുകളുടെ ഇടയിൽ പോലും നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഉള്ളിലെ ഈ ശൂന്യത നിങ്ങളെ വീണ്ടും തെറ്റായ വഴികളിലേക്ക് വിളിക്കുന്നു. പക്ഷേ എന്റെ മക്കളെ, ആ ശൂന്യത ഞാൻ നിറക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ സാന്നിധ്യം നിങ്ങളെ നിറയ്ക്കുമ്പോൾ മറ്റൊന്നിനും ആ സ്ഥലം പിടിക്കാനാവില്ല. നിങ്ങൾ എന്നിൽ നിറഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രരാകും. നിങ്ങളുടെ ആത്മാവ് ക്ഷീണിച്ചു കിടക്കുകയാണ്. ഇനി ഞാൻ ശ്രമിക്കില്ല എന്ന ചിന്ത നിങ്ങൾക്ക് വരുന്നു. എന്നാൽ എന്റെ മക്കളെ, നിങ്ങൾ ശ്രമിക്കുന്നത് മാത്രം മതിയല്ല, നിങ്ങൾ എന്നിൽ ആശ്രയിക്കണം. നിങ്ങളുടെ ഭാരം എന്റെ മേൽ വെക്കൂ. നിങ്ങളുടെ പരാജയങ്ങൾ എന്റെ കൈകളിൽ ഏൽപ്പിക്കൂ. ഞാൻ നിങ്ങളെ പുതുക്കും. നിങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകും. നിങ്ങൾക്ക് വീണ്ടും ഉണർവ് നൽകും. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു, ഞാൻ മാറിയാലും ലോകം എന്നെ അംഗീകരിക്കുമോ എന്ന ചോദ്യം. എന്നാൽ എന്റെ മക്കളെ, ലോകത്തിന്റെ അംഗീകാരം നിങ്ങളുടെ മൂല്യം നിർണ്ണയിക്കുന്നില്ല. എന്റെ അംഗീകാരമാണ് നിങ്ങളുടെ അടയാളം. ഞാൻ നിങ്ങളെ എന്റെ മകനായി, എന്റെ മകളായി വിളിച്ചു കഴിഞ്ഞു. അതിനേക്കാൾ വലിയ ബഹുമതി മറ്റൊന്നുമില്ല. നിങ്ങൾ എന്റെ കണ്ണുകളിൽ വിലപ്പെട്ടവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തത വന്നാൽ നിങ്ങൾ ഭയപ്പെടുന്നു. കാരണം ശാന്തതയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദങ്ങൾ കേൾക്കാം. പക്ഷേ എന്റെ മക്കളെ, ആ ശാന്തതയിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ ശാന്തതയിൽ തന്നെയാണ് നിങ്ങളുടെ ആത്മാവ് വിശ്രമിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കേണ്ട എന്റെ സാന്നിധ്യത്തിൽ ഇരിക്കാനും നിങ്ങൾ പഠിക്കണം. അവിടെ നിങ്ങൾക്ക് ഭയം ഇല്ല. അവിടെ നിങ്ങൾക്ക് സമ്മർദ്ദമില്ല. നിങ്ങൾ ഒരിക്കൽ ചിന്തിച്ചിരുന്നു, എന്റെ ജീവിതം പാഴായി. എന്നാൽ എന്റെ മക്കളെ, എന്റെ കൈകളിൽ പാഴായ ഒന്നുമില്ല. നിങ്ങൾ ചെലവഴിച്ച വർഷങ്ങൾ പോലും ഞാൻ വീണ്ടെടുക്കാൻ കഴിയും. നിങ്ങൾ നഷ്ടപ്പെടുത്തിയതെല്ലാം ഞാൻ പകരം നൽകും, അതിലുമേറെ. കാരണം ഞാൻ കുറവിന്റെ ദൈവമല്ല, സമൃദ്ധിയുടെ ദൈവമാണ്. നിങ്ങളുടെ ജീവിതം ഇനി വെറുതെയാകില്ല. നിങ്ങൾ ഇന്ന് എടുത്ത ഒരു ചെറിയ തീരുമാനം നാളെ വലിയ മാറ്റമായി മാറും. ഇന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ഒരു പടി വയ്ക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ 100 പടികൾ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഉയരുന്ന ആ ചെറിയ പ്രതീക്ഷ, അതിനെ അണയ്ക്കരുത്. അത് എന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ്. അതിനെ സംരക്ഷിക്കൂ. അതിനെ വളരാൻ അനുവദിക്കൂ. എന്റെ മക്കളെ, നിങ്ങൾക്ക് ഇനിയും യാത്രയുണ്ട്. ചില ദിവസങ്ങൾ കഠിനമായിരിക്കും. ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീഴാനുള്ള ആഗ്രഹം ഉണ്ടാകും. എന്നാൽ ആ നിമിഷങ്ങളിൽ എന്നെ വിളിക്കൂ. നിങ്ങളുടെ ശബ്ദം എത്ര ദുർബലമായാലും ഞാൻ കേൾക്കും. നിങ്ങളുടെ കണ്ണുനീർ എത്ര നിശബ്ദമായാലും ഞാൻ കാണും. നിങ്ങൾ വിളിക്കുന്നതിനു മുൻപേ ഞാൻ നിങ്ങളുടെ അടുത്തെത്തുന്നവനാണ്. നിങ്ങളുടെ ജീവിതം ഒരു സാക്ഷ്യമായി മാറും. ഇന്ന് നിങ്ങൾ മോചനത്തിനായി കരയുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ മോചനത്തിന്റെ കഥ പറയുന്നവരാകും. നിങ്ങൾ ഇന്ന് ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ തേടുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ മറ്റുള്ളവരെ വിടുതലിലേക്ക് നയിക്കുന്നവരാകും. നിങ്ങളുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതാണ് ഒരു പുതിയ തുടക്കം. ഇനി ഭയപ്പെടേണ്ട എന്റെ പ്രിയപ്പെട്ട മക്കളെ. നിങ്ങളുടെ കൈ എന്റെ കയ്യിൽ വയ്ക്കൂ. നിങ്ങളുടെ ഹൃദയം എന്റെ ഹൃദയത്തോട് ചേർക്കൂ. നിങ്ങൾ എത്ര ദൂരം പോയാലും ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. നിങ്ങൾ എത്ര തകർന്നാലും ഞാൻ നിങ്ങളെ പുനഃസ്ഥാപിക്കും. കാരണം നിങ്ങൾ എന്റേതാണ്. ഇന്നും നാളെയും എന്നേക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിങ്ങൾ വായിച്ച വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറു ചലനം ഉണ്ടാക്കിയെങ്കിൽ അത് യാദൃശ്ചികമല്ല. അത് എന്റെ ആത്മാവ് നിങ്ങളെ സ്പർശിച്ചതാണ്. നിങ്ങൾക്ക് തോന്നിയിരിക്കാം, ഇത്രയും കാലം കഴിഞ്ഞ് ഇപ്പോൾ എന്തിനാണ് ഈ വിളി? കാരണം ഇപ്പോഴാണ് നിങ്ങൾ അത് കേൾക്കാൻ തയ്യാറായ സമയം. വേദന നിങ്ങളെ മൃദുവാക്കി. കണ്ണുനീർ നിങ്ങളെ സത്യസന്ധരാക്കി. നിങ്ങളുടെ ഹൃദയം ഇനി എന്നെ എതിർക്കുന്നില്ല. നിങ്ങൾ പലതവണ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി മാറും, ഇനി ഈ വഴിയിലേക്കില്ല. എന്നാൽ വീണ്ടും വീണ്ടും നിങ്ങൾ അതേ ചുറ്റളവിലേക്ക് മടങ്ങി. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കാനാവാതെ പോയത്. എന്റെ വാക്കുകൾക്ക് തന്നെ വിലയില്ല എന്ന് നിങ്ങൾ കരുതി. എന്നാൽ എന്റെ മക്കളെ, നിങ്ങളുടെ വാക്കുകളിൽ അല്ല, എന്റെ കൃപയിലാണ് മാറ്റം നടക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ജയിക്കാനാവില്ലെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞത് തന്നെ ആദ്യത്തെ വിജയമാണ്.
അഹങ്കാരം തകർന്നിടത്താണ് എന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ശബ്ദം പലപ്പോഴും പറഞ്ഞു, നീ നശിച്ചു, നിനക്ക് ഇനി രക്ഷയില്ല. ആ ശബ്ദം എന്റേതല്ല, അത് നിങ്ങളെ ബന്ധനത്തിൽ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ ശബ്ദമാണ്. എന്റെ ശബ്ദം അങ്ങനെ അല്ല. എന്റെ ശബ്ദം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, അത് നിങ്ങളെ ഉയർത്തുകയാണ്. വരിക എന്നതാണ് എന്റെ വിളി. ഒളിച്ചോടരുത് എന്നതാണ് എന്റെ അപേക്ഷ. നിങ്ങൾ ഒളിച്ചോടിയ ഓരോ തവണയും ഞാൻ നിങ്ങളെ തേടിയെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ലജ്ജ തോന്നുന്ന കാര്യങ്ങൾ ഒരിക്കൽ നിങ്ങൾ സാധാരണമെന്ന് കരുതിയിരുന്നു. പതുക്കെ പതുക്കെ നിങ്ങളുടെ മനസ്സിന്റെ അതിരുകൾ മാറി. ആദ്യം നിങ്ങൾക്ക് തന്നെ ഭയം തോന്നിയ കാര്യങ്ങൾ പിന്നെ നിങ്ങളെ പിടിച്ചുകെട്ടി. ഇത് എല്ലാം നിങ്ങളുടെ ദുഷ്ടതയല്ല, നിങ്ങളുടെ ക്ഷീണമാണ്. നിങ്ങൾ സ്നേഹത്തിനായി, അംഗീകാരത്തിനായി, ഒരു നിമിഷത്തെ ആശ്വാസത്തിനായി വിശന്നിരുന്നു. ആ വിശപ്പിനെ തെറ്റായ സ്ഥലങ്ങളിൽ നിങ്ങൾ നിറയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്റെ മക്കളെ, നിങ്ങളുടെ ആത്മാവിന്റെ വിശപ്പ് ഞാൻ മാത്രമേ നിറക്കാനാകൂ. നിങ്ങൾക്ക് തോന്നുന്നു, എനിക്ക് ഇപ്പോൾ ശുദ്ധത എവിടെ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശുദ്ധത ഒരു അവസ്ഥയല്ല, അത് ഒരു യാത്രയാണ്. ഓരോ ദിവസവും, ഓരോ നിമിഷവും നിങ്ങൾ എന്റെ അടുക്കൽ തിരിയുമ്പോൾ നിങ്ങൾ ശുദ്ധതയിലേക്ക് നടക്കുകയാണ്. നിങ്ങൾ പൂർണ്ണരാകുന്നത് വരെ കാത്തിരിക്കേണ്ട, നിങ്ങൾ തകർന്ന നിലയിൽ തന്നെയാണ് എന്റെ അടുക്കൽ വരേണ്ടത്. ഞാൻ നിങ്ങളെ തകർന്ന നിലയിൽ സ്വീകരിക്കുന്നു, പിന്നെ ഞാൻ നിങ്ങളെ മാറ്റിത്തുടങ്ങുന്നു. നിങ്ങളുടെ ഹൃദയം പല ഭാഗങ്ങളായി പിളർന്നിരിക്കുന്നു. ഒരു ഭാഗം വെളിച്ചം ആഗ്രഹിക്കുന്നു, മറ്റൊരു ഭാഗം ഇരുട്ടിൽ പതുങ്ങിക്കിടക്കുന്നു. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മനസ്സിലാകുന്നില്ല. എന്നാൽ എന്റെ മക്കളെ, നിങ്ങളുടെ ഓരോ ഭാഗവും എനിക്ക് അറിയാം. നിങ്ങൾ മറച്ചുവെച്ച കോണുകൾ പോലും എനിക്ക് അപരിചിതമല്ല. നിങ്ങൾ തന്നെ കാണാൻ ഭയക്കുന്ന ആ ഭാവത്തേക്കാണ് ഞാൻ വെളിച്ചവുമായി കടന്നുവരുന്നത്. അവിടെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒരിക്കൽ സ്നേഹത്തെ വിശ്വസിച്ചു, പിന്നെ ആ വിശ്വാസം തകർന്നു. അതിനുശേഷം നിങ്ങൾ സ്നേഹത്തെ ഉപയോഗിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിൽ നിന്ന് ഓടിപ്പോയി. കാരണം സ്നേഹം വേദനിപ്പിച്ചു. പക്ഷേ എന്റെ മക്കളെ, എന്റെ സ്നേഹം അങ്ങനെ അല്ല. എന്റെ സ്നേഹം നിങ്ങളെ ഉപയോഗിക്കുന്നില്ല, നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. എന്റെ സ്നേഹം നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾ എത്ര കാലം അകലെ നിന്നാലും എന്റെ സ്നേഹം ക്ഷീണിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ഭയമുണ്ട്, എനിക്ക് ഇനി ശാന്തമായി ജീവിക്കാൻ കഴിയുമോ? കാരണം നിങ്ങൾ ശാന്തതയെ മറന്നിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു കലഹം ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ മക്കളെ, ശാന്തത നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, അത് മറഞ്ഞിരിക്കുകയാണ്. എന്റെ സാന്നിധ്യത്തിൽ ആ ശാന്തത വീണ്ടും ഉയരും. നിങ്ങൾക്ക് ആദ്യമൊക്കെ അത് അസ്വസ്ഥതയായി തോന്നാം, കാരണം നിങ്ങൾ കലഹത്തിനോട് പരിചിതരായി. പക്ഷേ സമയം കൂടുമ്പോൾ എന്റെ സമാധാനം നിങ്ങളെ പൊതിഞ്ഞെടുക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നു, ഞാൻ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും എനിക്ക് വീണ്ടും സന്തോഷിക്കാമോ എന്ന ചോദ്യം. എന്റെ മക്കളെ, സന്തോഷം ഒരു പ്രതിഫലം അല്ല, അത് എന്റെ ദാനം ആണ്. നിങ്ങൾ യോഗ്യരായതുകൊണ്ടല്ല, ഞാൻ നല്ലവനായതുകൊണ്ടാണ് ഞാൻ അത് നൽകുന്നത്. നിങ്ങൾ വീണ്ടും ചിരിക്കും. ആ ചിരി പഴയതുപോലെ ശബ്ദമുള്ളതാകണമെന്നില്ല, പക്ഷേ അത് ആഴത്തിലുള്ളതായിരിക്കും. കണ്ണുകളിൽ നിന്ന് അല്ല, ആത്മാവിൽ നിന്ന് വരുന്ന ചിരി. നിങ്ങൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഭയപ്പെടുന്നു. എന്റെ നാളുകൾ എങ്ങനെ ആയിരിക്കും എന്ന ആശങ്ക നിങ്ങളെ പിടിച്ചിരിക്കുന്നു. എന്നാൽ എന്റെ മക്കളെ, നാളെയെക്കുറിച്ച് ചുമക്കേണ്ട ഭാരങ്ങൾ ഇന്നേക്ക് വേണ്ട. ഇന്നത്തെ ദിവസം എന്റെ കയ്യിൽ ഏൽപ്പിക്കൂ. ഇന്നത്തെ പോരാട്ടം ഞാൻ നിങ്ങളോടൊപ്പം ജയിക്കും. നാളേക്ക് വേണ്ട കൃപ നാളെ ഞാൻ നൽകും. നിങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ട. നിങ്ങൾക്ക് തോന്നുന്നു, എന്റെ കുടുംബം, എന്റെ ബന്ധങ്ങൾ, ഇവയെല്ലാം ഞാൻ നശിപ്പിച്ചു. എന്നാൽ എന്റെ മക്കളെ, നശിച്ചതായി നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ ഞാൻ പുനഃസ്ഥാപിക്കാൻ കഴിയും. ചിലത് പഴയ രൂപത്തിൽ വരണമെന്നില്ല, പക്ഷേ അതിലും നല്ല രൂപത്തിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങിവരും. നിങ്ങൾ നഷ്ടപ്പെട്ട വിശ്വാസം, നിങ്ങൾ നഷ്ടപ്പെടുത്തിയ ബന്ധങ്ങൾ എല്ലാം എന്റെ കൈകളിൽ സുരക്ഷിതമാണ്. നിങ്ങളുടെ ആത്മാവ് ക്ഷീണിച്ചു കിടക്കുമ്പോൾ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ല, നിങ്ങൾ നിശബ്ദമായി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, ഞാൻ ഒന്നും ചെയ്യാത്തതുപോലെ. എന്നാൽ എന്റെ മക്കളെ, ആ നിശബ്ദത പോലും എനിക്ക് വിലപ്പെട്ടതാണ്. നിങ്ങളുടെ നിശ്വാസം ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളുടെ കണ്ണുനീർ ഒരു അപേക്ഷയാണ്. നിങ്ങൾക്ക് പറയാനാവാത്തത് പോലും ഞാൻ ഗ്രഹിക്കുന്നു. നിങ്ങൾ വീണ്ടും വീഴുമോ എന്ന ഭയം നിങ്ങളെ വേട്ടയാടുന്നു. എന്നാൽ എന്റെ മക്കളെ, ഭയത്തിൽ ജീവിക്കേണ്ട. നിങ്ങൾ വീഴാതിരിക്കാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചത്, വീണാലും എഴുന്നേൽക്കാൻ നിങ്ങളെ പഠിപ്പിക്കാനാണ്. നിങ്ങൾ എന്റെ കയ്യിൽ പിടിച്ചു നിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വീഴ്ചകൾ പോലും നിങ്ങളെ നശിപ്പിക്കില്ല, അവ നിങ്ങളെ വിനീതരാക്കും, കരുണയുള്ളവരാക്കും. ഇന്ന് നിങ്ങൾ ഒരു ചെറിയ വെളിച്ചം കാണുന്നുണ്ടെങ്കിൽ അത് അണയ്ക്കരുത്. ആ വെളിച്ചം നിങ്ങൾക്ക് വഴി കാണിക്കും. ചില ദിവസങ്ങൾ അത് മങ്ങിപ്പോകുന്ന പോലെ തോന്നാം, പക്ഷേ അത് അണയില്ല, കാരണം അത് നിങ്ങളുടെ ഉള്ളിൽ ഞാൻ കൊളുത്തിയതാണ്. നിങ്ങൾ അത് കാത്തുസൂക്ഷിച്ചാൽ ഒരു നാൾ അത് മറ്റുള്ളവർക്കും വെളിച്ചമാകും.
എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നില്ല. നിങ്ങൾ ഇരുട്ടിൽ കിടന്ന നാളുകളിലും ഞാൻ നിങ്ങളുടെ അരികിലായിരുന്നു. നിങ്ങൾ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കഥയുടെ അവസാനമല്ല, ഇത് ഒരു പുതിയ അധ്യായമാണ്. മോചനത്തിന്റെ, ശാന്തതയുടെ, സത്യസ്നേഹത്തിന്റെ ഒരു പുതിയ തുടക്കം. ഇനി നിങ്ങളുടെ ഹൃദയം എന്റെ കൈകളിൽ ഏൽപ്പിക്കൂ. നിങ്ങളുടെ ഭയം, ലജ്ജ, കുറ്റബോധം എല്ലാം എന്റെ മുമ്പിൽ വെക്കൂ. ഞാൻ നിങ്ങളെ ഭാരം കൂട്ടുന്നില്ല, ഞാൻ നിങ്ങളെ ലഘുവാക്കുകയാണ്. നിങ്ങൾ ഇനി തലകുനിക്കേണ്ട, നിങ്ങളുടെ തല ഉയർത്തൂ. നിങ്ങൾ എന്റെ മകനാണ്, എന്റെ മകളാണ്. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും.